ഫാദർ സാമുവലാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഫാദർ സാമുവൽ, ഈ ശബരിമലയിലൊക്കെ ഒരു ആചാരം അനുസരിച്ച് അവിടെ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും ഈ തന്ത്രിയുടെ അനുമതി വേണം. തന്ത്രി ദൈവഹിതമൊക്കെ നോക്കി ദൈവഹിതം പറയുന്ന ആളാണ് തന്ത്രി എന്നാണ് വെയ്പ്പ്. അങ്ങനെയുള്ള അനുമതിയൊക്കെ നേടിയാണ് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതും സ്വർണം അടിച്ചു മാറ്റിയതുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അവർക്കൂടി ഇതിൽ ധാർമ്മികമായെങ്കിലും ഉത്തരവാദിത്തമില്ലേ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ലൈന് കിട്ടിയില്ല. ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വിഷയത്തില് പുരോഹിതന്മാരുടെ സ്ഥാനമാണ് തന്ത്രിമാർക്കുള്ളത്. ഒരു ദേവാലയത്തിൽ ആത്മീയമായ ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ട പുരോഹിതന്മാരാ. അതേ പ്രകാരമുള്ള ഉത്തരവാദിത്തം അവർക്കുള്ളത്. പക്ഷേ അവരും മനുഷ്യരാണ്. മനുഷ്യർ എന്ന് പറയുമ്പം തെറ്റിന് വിധേയരാണ്. തെറ്റുകുറ്റങ്ങൾ അവരുടെ ഭാഗത്തും വരും. പക്ഷേ ആ തെറ്റുകുറ്റം ഏറ്റുപറയുന്നതാണ് ദൈവികത്വം. മനുഷ്യനാണ് തന്ത്രിയായാലും പുരോഹിതനായാലും. പക്ഷെ തെറ്റുകുറ്റം ഏറ്റുപറയണം. എന്റെ ഭാഗത്ത് ഇങ്ങനെ വീഴ്ച വന്നിരിക്കുന്നു, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുമ്പോൾ മാത്രമേ അവൻ ദൈവിക തുല്യനായി തീരുന്നുള്ളൂ. അതായിരിക്കും പറയാനായിട്ടുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏത് പുരോഹിതനായാലും അവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് പറ്റുന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അവർക്കും പറ്റും. പക്ഷേ പുരോഹിതനായിരിക്കുന്ന ഒരാൾ അങ്ങനെ തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തുറന്നു പറയാൻ തയ്യാറാവണമെന്നാണ് ഫാദർ സാമുവൽ പറഞ്ഞത്. ശ്രീകുമാറാണ്, പന്തളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീകുമാർ, താങ്കൾക്കാകുമ്പോൾ ശബരിമലയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാവും, അങ്ങനെയൊക്കെ പരിചയമുള്ള ആൾ കൂടിയാവും. ഹലോ സാർ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്കൊരു അവസരം തന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, പന്തളം പിന്നെ ഈ വിഷയം മാത്രമല്ല, ഈ തന്ത്രി കുടുംബങ്ങളിലെ എല്ലാം നടക്കുന്നത് തന്ത്രിത്തരം തന്നെയാണ്. കാരണം ഞാൻ പല ദേവപ്രശ്നങ്ങളിലും പോയി നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറഞ്ഞ് മനുഷ്യനെ ചതിക്കുക. ഞാനൊരു ദേവപ്രശ്നത്തിന് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ വെൺമണിയിലുള്ള ഒരു ക്ഷേത്രത്തില്, എന്റെ കുടുംബക്ഷേത്രം തന്നെയാണ്, അവിടെ പോയി അവിടെ പ്രശ്നം വെച്ചപ്പോൾ ദേവപ്രശ്നം വെച്ചു. ഇവർക്ക് പരികർമ്മികളുണ്ട്. ഒരു ദിവസത്തെ ചെലവും ഇവരുടെ ഫീസും എല്ലാം കൂടെ 34,000 രൂപ. 7 ദിവസം പൂജ. 7 ദിവസത്തെ പൂജ കഴിഞ്ഞ് ഇവർ കഴിച്ചത് വെറും പച്ചച്ചോറും തൈരും, ഉപ്പൊഴിക്കാതെ. പക്ഷേ പരികർമ്മി ഈ കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചു. നിത്യവും ഇവർക്ക് പിന്നെ ആഹാരത്തിനുള്ളതും പരികർമ്മി തന്നെയാണ് എഴുതി സാധനങ്ങൾ മേടിക്കുന്നത്. ഇവിടെ തുടങ്ങുന്നു ഇതിന്റെ എല്ലാം നാശം. അതാണ് ഏറ്റവും വലിയ സത്യം. ഇത് അവർക്ക് സ്വാഭാവികമായ ഒരു പൂജയ്ക്ക് വന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതിനുള്ള ചില ഭക്ഷണം കഴിക്കുന്നതിന് പരികർമ്മിയുണ്ട്. പക്ഷെ ഇവര് അവസാനം ഫീസ് വരെ ഓരോ ദിവസത്തെയും മേടിച്ചിട്ട് ഈ 7 ദിവസം കഴിയുമ്പം ഇവര് ഈ പച്ചച്ചോറും തൈരും മാത്രമാണ് കഴിക്കുന്നത്, ഉപ്പില്ലാതെ. അതേ ഇവരെന്നിട്ട് സാഷ്ടാംഗം ഒരു പ്രണാമവും. ഇവരെ ദേവഹിതം അനുസരിച്ച് തന്നെ ആയിരിക്കുമല്ലോ സാർ, ഇവരോട് ഹിതം ചോദിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഈ ദ്വാരപാലകരെ അവർ നയിച്ചത്. ദൈവഹിതം ആണെങ്കിലും മേലുദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തിരുത്താൻ തയ്യാറായതാണ് ഒരു ബ്രാഹ്മണന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇതിപ്പോ ഭഗവാൻ മല്ലിക സാറിന്റെ നിന്ന് വാങ്ങിയ സ്വത്ത്, അല്ലെ കാണിക്കയായിട്ട് കൊടുത്ത സ്വർണം, അത് വാങ്ങിക്കാൻ അതെടുക്കാനും പാടില്ലായിരുന്നു. കാരണം നമുക്കറിയാം 900 കോടി രൂപയുടെ ബാധ്യതയുള്ളൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി അയ്യപ്പനെ കൂട്ടുപിടിച്ചു. അയ്യപ്പനിൽ നിന്ന് അത് അയ്യപ്പന്റെ വലിയ ഭക്തന്മാര് അടിച്ചുകൊണ്ടും പോയി. ഇത് കുറച്ചു നാളിങ്ങനെ ഇതാണ് ഇതിന്റെ സത്യം. ഇതിനകത്ത് ഒരു ഗവൺമെന്റിനെയോ അല്ലെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തെ നിയമസംഹിത തന്നെ തെറ്റാണ്. ഒരു ക്ഷേത്രം, ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും അന്നദാനം ഉണ്ടായിരുന്നു, എല്ലായിടത്തെയും നിർത്തലാക്കി. പന്തളത്ത് കോയിക്കല് ഞങ്ങള് കഴിഞ്ഞ വർഷം എന്റെ ചേട്ട സുഹൃത്തും ഞാനും കൂടെ പോയി ആഹാരം കഴിക്കാൻ നിന്നു. അവിടുത്തെ ആഹാരത്തിന്റെ കാര്യങ്ങളൊന്നും പറയണ്ട. ഈ വർഷം അതില്ലാന്നും പറയുന്നു. വെളിയിൽ കഞ്ഞി കൊടുക്കുന്നു. വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. സുകുമാരനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ സുകുമാരൻ, ഈ ശബരിമലയിൽ ബോർഡ് എന്ത് തീരുമാനമെടുത്താലും ആ ബോർഡിൻ്റെ തീരുമാനം നടപ്പാക്കണമെങ്കിൽ
ഈ താന്ത്രിക അവകാശമുള്ള താഴ്മൺ കുടുംബത്തിലെ തന്ത്രി ആരാണോ അന്നേരം തന്ത്രിയായിരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ ചോദിക്കും ഇങ്ങനെ ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ നടപ്പാക്കാമോ എന്ന് ചോദിച്ചാൽ അവർ താന്ത്രിക വിധി പ്രകാരം അവർക്കറിയാവുന്ന രീതിയിൽ അവർ ദൈവത്തിൻ്റെ ഹിതം നോക്കി, ആ ദൈവഹിതമാണ് അവർ പറയുന്നതെന്നാണ് വെപ്പ്. അങ്ങനെ ദൈവഹിതം നോക്കി എല്ലാത്തിനും അനുമതി നൽകിയവരാണ് ഇവർ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ നടന്ന ഈ മോഷണത്തിനെല്ലാം ഇവർക്ക് കൂടി ഉത്തരവാദിത്തമില്ലേ? ശ്രീ സുകുമാരൻ പറയാം, പറഞ്ഞോളൂ. ഈ ഒന്നാമത്തെ കള്ളന്മാർ ഇവരെന്നെ തന്ത്രിമാർ അറിയാതെ ഒരു സംഭവം നടക്കൂല ആ ശബരിമലക്ക്. ഇപ്പൊ ആടെ സംഘവിഗ്രഹം ഉണ്ടോ തന്നെ ഈ തന്ത്രിമാർ ഇനി പറയേണ്ടി വരും. അതിന്റെ എല്ലാം സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട്, നല്ല എന്തെല്ലാം പോയിട്ടുണ്ട്, പലതും പോയിട്ടുണ്ടാവും. പക്ഷെ തന്ത്രി അറിയാതെ ഒരു സംഭവം ആടെ നടക്കൂല ശബരിമലക്ക്. ഒന്നാമത്തെ ഫസ്റ്റ് കള്ളന്മാർ തന്ത്രിമാരാണ്. ഇവിടെ ഇഷ്ടം പോലെ വരുമാനം വരുന്നതുകൊണ്ട് തന്ത്രി പറഞ്ഞ് ചാടിക്ക് ആള് പോകും. വേറെ ഈ പൈസയാണ് എല്ലാം ലക്ഷ്യം, വേറെ ഒന്നല്ല. പിന്നെ ഒരു ഭക്തി കൊണ്ട് പോകുന്നതല്ല, ശരിക്ക് അയ്യപ്പനോടിൽ ഒരു സ്നേഹം കൊണ്ട് ഭക്തി കൊണ്ടൊന്നല്ല ആരും പോകുന്നവരല്ല. ഇപ്പം ഇന്ന് പോകുന്നവർക്ക് അധികം ആൾക്കാരും വെറും സർക്കീറ്റിന് വേണ്ടി പോകുന്നതാണ്. ഇത് വെറുതെ ദർശനം ഇതും പറഞ്ഞിട്ട് പേരും പറഞ്ഞിട്ട് മറ്റൊരു കുടുംബത്തിന് അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് ശബരിമലക്ക്. അപ്പൊ അയ്യപ്പന്റെ പേരും പറഞ്ഞ് പോകുന്നു. വരുമ്പം ഇടുന്നെല്ലാം പോകുന്നവർ കുപ്പിയും വാങ്ങി വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, എനക്കറിയാമല്ലോ. ഇതാണ് ഇന്ന് നടക്കുന്നത്. സുകുമാരനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. കുറെ ചർച്ച ചെയ്തതാണ് സാർ. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. എന്ത് ഈ പാല് ജനൽപ്പാളി നന്നാക്കിയാലും ഡോറ് നന്നാക്കിയാലും എന്ത് നന്നാക്കിയാലും തന്ത്രി അറിഞ്ഞ ശേഷം അവർ കുറ്റപ്പെടുത്തി അതിന് പെട്ട അധികാരികളെ ഏൽപ്പിക്കും. പക്ഷെ കൊണ്ടുപോണ സമയത്ത് തന്ത്രി കൊള്ളയടിക്കാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് അറിയില്ല. പരിപൂർണമായി ഞാൻ പറയാം, തന്ത്രിക്ക് അയ്യപ്പന്റെ വിഗ്രഹം മോട്ടിക്കാനോ ജനൽപ്പാളി മോട്ടിച്ച് കഴിക്കേണ്ട ആവശ്യം തന്ത്രിക്കില്ല. ആൾക്കാർ ഇഷ്ടംപോലെ ആശ്രയിക്കുന്നുണ്ട്. ശബരിമലയില് സ്ത്രീകളെ കയറ്റി കൊണ്ടുവന്ന്. ശ്രീ ശിവദാസൻ, ഒരു ചെറിയ സംശയം. ഇനി അവർ അങ്ങനെ ഒന്നും ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണുള്ളത്. പക്ഷേ അവർക്ക് ഇഷ്ടം പോലെ വകയുണ്ട് എന്നതിൻ്റെ പേരിൽ മോഷ്ടിക്കില്ല എന്ന്, അത് ഇവരല്ല ഇനി ആരായാലും. ലോകത്തെ ഏറ്റവും വലിയ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരല്ല. ലോകത്തെ വൻ കൊള്ളകളൊക്കെ നടത്തിയിട്ടുള്ളത് പരമ്പരാഗതമായി തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളുകളൊക്കെയാണ് ഈ കൊള്ളകളൊക്കെ നടത്തിയിട്ടുള്ളത്. സാധാരണക്കാരെ വെട്ടിച്ച് എല്ലാം കൂടെ ചേർത്താൽ പോലും അവരിൽ ഒരാൾ വെട്ടിച്ചതിൻ്റെ തുക പോലും എത്തില്ല. അപ്പോൾ ഈ കാശുള്ളത് കൊണ്ട് വെട്ടിക്കില്ല, എൻ്റെ വീട്ടിൽ നല്ല കാശുള്ളതുകൊണ്ട് ഞാൻ വെട്ടിക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാശുള്ളവർ തന്നെയാണ് കൂടുതൽ വലിയ മോഷണങ്ങൾ നടത്തുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. അതിനോട് ഞാൻ പറഞ്ഞുതരാം. കാശിന്റെ കാര്യം അദ്ദേഹം ശ്രീഭക്ത അയ്യപ്പന്റെ കേരളപുത്രനായ ശ്രീ അയ്യപ്പന് ഉള്ള ഒരു കാര്യം, ഒരു തരി മണ്ണ് പോലും അവർ കൊണ്ടുപോയി മോട്ടി തിന്നാറില്ല. അവര് കൊടുക്കുന്ന ആദായങ്ങളും അവർ കിട്ടുന്ന ദർശനങ്ങളും കോടികളാണ്